എല്ലാവർക്കും നമസ്കാരം. 3 വർഷം 6 വനിതാ ഗുസ്തി താരങ്ങൾ. ജന്തർ മന്ദറിൽ രാജ്യമെമ്പാടും ചർച്ചയായ ഒരു ദേശീയ പ്രക്ഷോഭം. അതിൻ്റെ അവസാനം ഇപ്പോൾ ഡൽഹി കോടതി പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ വ്യാജവും കെട്ടിച്ചമച്ചതും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നാണ്. പറഞ്ഞു വന്ന വിഷയം ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ BJP നേതാവ് MP ആയിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഏതാണ്ട് 2 ആഴ്ച മുൻപ് ഓഗസ്റ്റ് 3-ന് ഡൽഹി കോടതി പൂർണ്ണമായി കുറ്റവിമുക്തരാക്കി. എന്നാൽ ഈ വിവരം റിപ്പോർട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ പല മലയാള മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപൂർവം 1-2 മാധ്യമങ്ങൾ ഇതിൻ്റെ വാർത്ത കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റാരും തന്നെ ഈ വിധിയുടെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ബ്രിജ്ഭൂഷണെ കോടതി വെറുതെ വിട്ടത്, എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന് ഈ കേസ് കോടതിയിൽ തെളിയിക്കാൻ കഴിയാഞ്ഞത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ അവരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഈ വിധിയുടെ വിശദാംശങ്ങൾ അത് പുറത്തു വരികയും ദേശീയ മാധ്യമങ്ങൾ അടക്കം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ലീഗൽ വെബ്സൈറ്റുകൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ എന്നിട്ടും ഇത്രയും കാലം അതിനിശിതമായ ഭാഷയിൽ വിമർശിക്കുകയും വളരെ കാര്യമായ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്ത ഈ ഒരു വിഷയത്തിൽ എന്താണ് കോടതി പറഞ്ഞത്, എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത്, എന്തായിരുന്നു ഈ പരാതികളിലെ പ്രശ്നം, ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ പറയാതിരിക്കുന്നത് സത്യസന്ധതയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് കോടതി പറഞ്ഞത്, എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ കേസ് ഇത്രത്തോളം ദുർബലമായി പോയി, ഈ കാര്യങ്ങളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കേസിൻ്റെ പശ്ചാത്തലം പരിശോധിക്കണം. 2023 ഏപ്രിൽ മാസത്തിലാണ് ഡൽഹി കനോട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ലൈംഗിക പീഡനം, ആക്രമണം, പിന്തുടരൽ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു മൈനർ ഗുസ്തി താരത്തിൻ്റെ പരാതിയിൽ ഒരു പോക്സോ കേസും പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് ജൂൺ 15-ാം തീയതി പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു. 1500 പേജുകൾ അതിനുണ്ട്. 4 സംസ്ഥാനങ്ങളിലായി 22-ലധികം സാക്ഷികളുടെ മൊഴികൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുസ്തി താരങ്ങളുണ്ട്, അതിൽ റഫറിയുണ്ട്, കോച്ചുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഈ ഗുസ്തി ഫെഡറേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മൈനർ പെൺകുട്ടിയും പിതാവും പരാതി പിൻവലിച്ചതിനെ തുടർന്ന് പോക്സോ കേസ് റദ്ദാക്കാൻ പോലീസ് തന്നെ ശുപാർശ ചെയ്തിരുന്നു. അതായിരുന്നു ഒരുപക്ഷെ ഈ കേസിലുണ്ടായിരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി പരിശോധിക്കേണ്ടത് ഈ ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഈ കുറ്റപത്രത്തിൽ പറയുന്നതനുസരിച്ച് 2 പരാതിക്കാരികൾ അവർ പറഞ്ഞത് തങ്ങളുടെ ശ്വാസോച്ഛ്വാസ രീതി പരിശോധിക്കുകയാണ് എന്ന വ്യാജേന ബ്രിജ്ഭൂഷൺ അവരെ അനുചിതമായിട്ടും ലൈംഗികമായിട്ടും സ്പർശിച്ചു എന്നുള്ളതാണ്. എന്തിനാണ് ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഒരു വ്യക്തി കായിക താരങ്ങളുടെ ശ്വാസോച്ഛ്വാസം പരിശോധിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല. മറ്റുള്ള പല ആൾക്കാരും അവരെ സ്റ്റോക്ക് ചെയ്തു, ലൈംഗികമായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചത്. ഇവിടെ ഒരു കാര്യം വീണ്ടും ശ്രദ്ധേയമാണ്. 6 പരാതിക്കാരികളാണ് ഉള്ളത്. ഒരാളിൻ്റെ കാര്യത്തിൽ കുറ്റം ചുമത്തിയിട്ടില്ല. 5 പേരുടെ ആരോപണങ്ങളിൽ മാത്രമാണ് ഇതിൽ വിചാരണ നടന്നിരിക്കുന്നത്. ഇവിടെ ഡൽഹി കോടതി കണ്ടെത്തുന്ന കുറേയധികം പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളുണ്ട്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറാണ് ഈ ഉത്തരവിടുന്നത്. ഇതിൽ 5 പരാതിക്കാരികളിൽ 2 പേർ കോടതിയിൽ ഹോസ്റ്റേലായി മാറി എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനുണ്ട്. അതായത് അവർ പറഞ്ഞത് തങ്ങൾക്കെതിരെ ലൈംഗിക പീഡനം നടന്നിട്ടില്ല എന്നാണ്. തന്നെയുമല്ല, അവർ മൊഴി നൽകാൻ മറ്റൊരു സാക്ഷിയുടെയും ഒരു ഗുസ്തി താരത്തിൻ്റെ ഭർത്താവിൻ്റെയും സമ്മർദ്ദത്തിലായിരുന്നു ദീർഘകാലം എന്നും അവർ വെളിപ്പെടുത്തി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ഈ സംഭവം നടന്ന സ്ഥലവും വർഷവും സംബന്ധിച്ച് ഇവരുടെ മൊഴികളിലുള്ള പൊരുത്തക്കേടുകളാണ്. ആദ്യത്തെ മൊഴിയിൽ പറഞ്ഞിരുന്ന ഇത് നടന്ന സ്ഥലം, അതായത് ആ രാജ്യം, അത് നടന്നിരുന്ന വർഷം, ഇതെല്ലാം തന്നെ പിന്നീടുള്ള മൊഴിയിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ മാറ്റമല്ല, മറിച്ച് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിനെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള വൈരുദ്ധ്യമാണ് എന്നാണ് ജഡ്ജ് വിധിയിൽ രേഖപ്പെടുത്തിയത്. അതായത് ഇത്തരത്തിലുള്ള കേസുകളിൽ കാലം കഴിഞ്ഞിട്ടാണ് എങ്കിലും ഈ വിക്ടിമായിട്ടുള്ള ആളിൻ്റെ അഥവാ ഇതിലെ പെറ്റീഷണറായിട്ടുള്ള ആളിൻ്റെ മൊഴി വളരെ കൃത്യമായിരിക്കണം, സോളിഡ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് അതിലൊരു കാലതാമസം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അവർ വിശദമാക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള പീഡനമാണ്, അത് എവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്, ഈ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ മൊഴിയിൽ ഒരു തരത്തിലുള്ള പൊരുത്തക്കേടും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്റ്റേർലിംഗ് വിറ്റ്നസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ സ്റ്റേർലിംഗ് വിറ്റ്നസ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഈ മൊഴികളിലുണ്ടായിരുന്ന വൈരുദ്ധ്യം തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാകും. ചുരുക്കി പറഞ്ഞാൽ സാക്ഷിയുടെ വിശ്വാസ്യതയെ തന്നെ ഈ വിഷയം ബാധിക്കുന്നുണ്ട് എന്ന് കോടതി വളരെ കൃത്യമായി പറഞ്ഞു. പരാതിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്, ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് ഈ പീഡനം നടന്നത് എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള ഒരു തീയതി പോലും രേഖപ്പെടുത്തുന്നതിന് അവിടെ സാക്ഷിക്ക് കഴിയുന്നില്ല. ഏത് സമയത്താണ് നടന്നത്, എന്നാണ് നടന്നത്,
ആ സ്ഥലത്ത് മറ്റേതെങ്കിലും ഒരു സ്വതന്ത്ര സാക്ഷി ഉണ്ടായിരുന്നോ? ഈ കാര്യങ്ങളിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനും പ്രോസിക്യൂഷനില്ല. അതായത് ഒരു പൊതുസ്ഥലത്ത് നടന്നിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര സാക്ഷിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് കോടതി ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഇനി നാലാമതായി ഈ പരാതികൾ ഫയൽ ചെയ്തത് എന്നാണ് എന്നുള്ളതാണ്. 2023 ഏപ്രിൽ 21 ഒരേ ഭാഷയിൽ ഒരേ സ്ട്രക്ചറിൽ ഒരേപോലെ തയ്യാറാക്കിയിട്ടാണ് ഈ പരാതികളെല്ലാം തന്നെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അതിനൊരു കോമൺ പാറ്റേൺ കാണുന്നുണ്ട് എന്നുള്ളതാണ് കോടതി പറയുന്നത്. അതായത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി റിഹേഴ്സ് ചെയ്തതും അത് നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വളരെ ആസൂത്രിതമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇനി ഇതിൽ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം ദീർഘകാലം പരാതിക്കാർ ബ്രിജ്ഭൂഷൺ സിംഗുമായിട്ട് സൗഹൃദ ബന്ധം തുടർന്നു എന്ന് കോടതിയിൽ സ്ഥാപിക്കാനായിട്ട് ഈ ഡിഫൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബ ചടങ്ങുകളിലേക്ക്, അവിടെ നടക്കുന്ന വിവാഹങ്ങളിലേക്ക് ഒക്കെ തന്നെ ബ്രിജ്ഭൂഷണെ ക്ഷണിച്ചിരുന്നതായിട്ടും അതിൽ അദ്ദേഹം പങ്കെടുത്തതായിട്ടുമുള്ള ഫോട്ടോഗ്രാഫുകൾ തെളിവായിട്ട് ബ്രിജ്ഭൂഷൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിൽ തന്നെ ബ്രിജ്ഭൂഷണെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു പരാതിക്കാരിയും അവരുടെ ഭർത്താവും ഈ സംഭവം നടന്നു എന്ന് പറയുന്ന തീയതിക്ക് ശേഷം അവരുടെ വിവാഹത്തിന് അനുഗ്രഹം വാങ്ങുന്നതിന് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ വീട്ടിൽ നേരിട്ട് പോയി എന്നുള്ളതും കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. ഒരു കായിക താരം ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഉടൻ തന്നെ പരാതി പറയാതിരിക്കുന്നതിന് കാരണം ഒരുപക്ഷെ അവരുടെ കരിയർ നഷ്ടപ്പെടും എന്നുള്ള ഭയത്താലായിരിക്കും, അതുകൊണ്ടായിരിക്കാം അവർ നിശബ്ദമായിട്ട് ഇരിക്കുന്നത് എന്നുള്ള ഒരു വാദം കോടതി ഇവിടെ ഒരു പരിധിവരെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളോളം എന്തിനാണ് ഈ സൗഹൃദം തുടരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. തന്നെയുമല്ല, അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളിലൊക്കെ ബ്രിജ്ഭൂഷണുമായിട്ട് ഇത്രത്തോളം അടുത്ത ബന്ധം അവർ പുലർത്തുന്നതിനും അദ്ദേഹത്തെ ഇതിലൊക്കെ തന്നെ സഹകരിപ്പിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നതിനും ഇവരെന്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഈ കോടതിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. തന്നെയുമല്ല, ബ്രിജ്ഭൂഷൺ സിംഗ് മാത്രമല്ല മറ്റുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഭാഗമായിട്ടുണ്ട്, സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെയൊന്നും ഉയർന്ന അധികാരികളെ നേരിട്ട് പലപ്പോഴും ഇവർ കണ്ടിട്ടും ഈ കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താനായിട്ട്, വിശദീകരിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതും ജഡ്ജി വളരെ കൃത്യമായിട്ട് ഇതിൽ എഴുതുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ആരും ഔപചാരികമായിട്ടുള്ള ഒരു പരാതി നൽകാതിരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്തു എന്ന കാരണത്താൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾ സത്യമാണ് എന്നത് വളരെ അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കോടതി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കോടതി ഇവിടെ നിർത്തുന്നില്ല. ഒരു പരാതിക്കാരിയുടെ, ഒരു പുരുഷ ഗുസ്തി താരത്തിൻ്റെ, മഹാദേവ് റെസ്ലിംഗ് അക്കാഡമിയുടെ കോച്ചുമാരുടെ കൂട്ടായിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ ആരോപണങ്ങളുടെ പിന്നിൽ എന്ന് ഇവിടെ ഡിഫൻസിന് കോടതിയിൽ തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അനുഭവപ്പെടുന്നു എന്നാണ് കോടതി വളരെ വ്യക്തമായിട്ട് ഈ വിധിയിൽ പറയുന്നത്. 32 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടും സംശയത്തിന് അതീതമായി ഈ ആരോപണങ്ങൾ തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന് അന്തിമ വിധിയിൽ പറയുന്നുണ്ട്. ഇതിൽ ബ്രിജ്ഭൂഷൻ്റെ കൂട്ടുപ്രതിയായിരുന്ന വിനോദ് തോമറിനെ ഒരു പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയതിന് ക്രിമിനൽ ഭീഷണിക്ക് കുറ്റം ചുമത്തിയിരുന്നുവെങ്കിലും അദ്ദേഹവും പൂർണ്ണമായിട്ട് കുറ്റവിമുക്തനായി. ചില ഗുസ്തി താരങ്ങൾ ഇതിനോടകം തന്നെ ഈ വിധിയോട് പ്രതികരിച്ചു കഴിഞ്ഞു. അവരിൽ പലരും പറയുന്നത് തങ്ങൾ ഇപ്പോഴും ഈ കേസിൻ്റെ ഇരകളാണ് എന്നൊക്കെയാണ്, സുരക്ഷിതത്വം തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആരോപണം എന്താണോ അത് കൃത്യമായി തെളിയിക്കുന്നതിന് കോടതിയിൽ അവർക്ക് സാധിച്ചിട്ടില്ല. തന്നെയുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് തോന്നുന്ന രീതിയിൽ അത് ഗൂഢാലോചനയുടെ ഭാഗവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ, പ്രത്യേകിച്ച് അവരുടെ വ്യക്തിജീവിതത്തിലുള്ള പല ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ അവർ സഹകരിപ്പിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പോലും അനുഗ്രഹം വാങ്ങിയിരുന്നു, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇവിടെ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസ് ഇന്ത്യൻ കായിക രംഗത്തിൻ്റെ അധികാര ഘടനയെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ, സിറ്റിംഗ് MP-മാരൊക്കെ ഇത്തരത്തിലുള്ള ഫെഡറേഷനുകളുടെ തലപ്പത്ത് വരുന്നത് ശരിയാണോ, അവരുടെ അധികാരത്തിനെ അവരവിടെ ദുർവിനിയോഗിക്കുന്നില്ലേ തുടങ്ങിയ കുറേയധികം പ്രശ്നങ്ങൾ ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് ചർച്ചയിൽ വന്നിരുന്നു. ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം രാജ്യമെമ്പാടും ശ്രദ്ധ നേടിയതാണ്. CJPയുടെ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിന് മുമ്പ് ഒരുപക്ഷെ ദേശീയ ശ്രദ്ധയാകർഷിച്ചിരുന്ന ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഗുസ്തി താരങ്ങളുടേതായിരുന്നു. പ്രത്യേകിച്ച് അവർ ഒളിമ്പിക്സിലും മറ്റും മത്സരിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് അവരെ അതിൽ നിന്ന് പോലും അയോഗ്യരാക്കും എന്ന രീതിയിലത്തേക്കുള്ള പല റൂമറുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് ഡിസ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എൻക്വയറി ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ അതിലൊന്നുപോലും കൃത്യമായി തെളിയിക്കാനുള്ള തെളിവുകൾ അവർക്കുണ്ടായിരുന്നില്ല. 30-ലധികം സാക്ഷികളെ കൊണ്ടുവന്നിട്ട്, നിരവധി തെളിവുകൾ കൊണ്ടുവന്നിട്ട് അതൊന്നും തന്നെ നീതീകരിക്കപ്പെടാവുന്ന, നിയമത്തിന് മുന്നിൽ നിലനിൽക്കാവുന്ന തരത്തിലുള്ള തെളിവുകളോ സാക്ഷിമൊഴികളോ ആയിരുന്നില്ല
എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. തന്നെയുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിജ്ഭൂഷണോട് രാഷ്ട്രീയമായിട്ടുള്ള വിരോധത്തിൻ്റെ ഭാഗമായി ഗൂഢാലോചന നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ ഡിഫൻസിന് അവിടെ സാധിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ, നിയമപരമായി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗും വിനോദ് തോമറും ഇപ്പോൾ കുറ്റവിമുക്തരാണ്. ഇനി ഇതിനെ അപ്പീൽ ചെയ്തുകൊണ്ട് ഉയർന്ന കോടതിയിലേക്ക് ഈ പരാതിക്കാർ പോകേണ്ടി വരും. എന്തായാലും കോടതി രേഖകൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 1, തെളിവുകളുടെ അഭാവം. 2, മൊഴികളിലെ വൈരുദ്ധ്യം. 3, സാക്ഷികൾ തന്നെ പിന്നീട് തങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കോടതിയിൽ പറയുന്നു. അവരെ കൗൺസിലിങ്ങിന് പിന്നീട് വിധേയമാക്കുന്നുണ്ട്. ആസൂത്രിതമായിട്ടും കെട്ടിച്ചമച്ചിരിക്കുന്നതുമായിട്ടുള്ള ആരോപണങ്ങൾ, കേസുകൾ എന്നുള്ള ഒരു കാര്യം കോടതി കണ്ടെത്തി. ഒരേ പാറ്റേണിൽ തയ്യാറാക്കിയിരിക്കുന്ന പരാതികളാണ് ഇത് എന്ന് പറഞ്ഞു. ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലം, തീയതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൺസിസ്റ്റൻസി ഇല്ല. പല സമയത്ത് പല മൊഴികൾ പറയുന്നു എന്ന് പറയുന്നു. ഒരു പൊതുസ്ഥലത്ത് നടന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാക്ഷി പോലും അവിടെ ഇല്ല. വന്നിരിക്കുന്ന സാക്ഷികൾക്ക് ഇത് എന്നാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിവില്ല. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കേസിലുണ്ട്. ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്രിജ്ഭൂഷണുമായിട്ട് വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് പോലും ഇവർ പിന്നീടും സഹകരിച്ചു വന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തെളിവിൻ്റെ ബേർഡൻ എന്ന് പറയുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർക്കാണ്. ഇവിടെ അത് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നതിനോടൊപ്പം തന്നെ തൻ്റെ നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്നും അത് രാഷ്ട്രീയ പ്രേരിതവും ഗൂഢാലോചനയെ തുടർന്നുണ്ടായതാണ് എന്നും ഈ കാര്യത്തിൽ തങ്ങളുടെ പൊസിഷൻ ക്ലീൻ ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഡിഫൻസിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്കിയാകുന്ന ചോദ്യം ഇതാണ്: ഈ ഒരു സംഭവത്തിനെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്ന മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ, ആ വിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫൈൻ ഡീറ്റെയിൽസ് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറാകാത്തത് എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരാളിനെ, അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വരുമ്പോൾ അതിനെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും എന്നാൽ അത് കെട്ടിച്ചമച്ചിരുന്ന കേസായിരുന്നു എന്ന് പറയുകയും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സുപ്രധാന കോടതി ഉത്തരവ് വരുമ്പോൾ അത് 2 ആഴ്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ലീഗൽ വെബ്സൈറ്റുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടും ഇവരാരും തന്നെ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ശുദ്ധ ഇരട്ടത്താപ്പാണ്. മറ്റു പല വിഷയങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ശരിയായ മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഇവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.